തമിഴിലെ സൂപ്പർ താരവും അതേപോലെ തന്നെ മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടനുമാണ് നടിപ്പിൻ നായകൻ സൂര്യ. സൂര്യയെ നായകനാക്കിയിട്ട് നമ്മുടെ പ്രശസ്ത സംവിധായകനായിട്ടുള്ള കാർത്തിക് സുബ്രാജ് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള റിട്രോ എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സിനിമ സൂര്യയുടെ കരിയറിലെ ഒരു തിരിച്ചുവരവായിരിക്കും. കുറെ കാലമായിട്ട് തിയേറ്ററിലേക്ക് ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും പറ്റുന്ന ഒരു സൂര്യ സിനിമ ഇറങ്ങിയിട്ടില്ല എന്ന് കരുതി കുറെ കാലങ്ങളായിട്ട് സൂര്യയുടെ നല്ല സിനിമകൾ ഇറങ്ങിയിട്ടില്ല എന്നല്ല, നല്ല സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സൂര്യ റിപ്പോർട്ടർ അതുപോലെ തന്നെ ജയ് ഭീം എന്ന് പറയുന്ന സിനിമകളൊക്കെ OTT റിലീസായിട്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ സൂര്യ ആരാധകർക്കും സൂര്യ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ആഹ്ലാദിക്കാനോ സന്തോഷിക്കാനോ വകയൊന്നും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ആ ഒരു പേരുദോഷം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗംഭീര തിരിച്ചുവരവ് സൂര്യ ഈ സിനിമയിലൂടെ മാറ്റുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാര്യം പറ്റുന്നല്ല, സൂര്യയിൽ നിന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും റിട്രോ. അയൻ എന്ന് പറയുന്ന സിനിമയിൽ ആക്ഷൻ ഉണ്ടായിരുന്നു, പ്രണയം ഉണ്ടായിരുന്നു, സൗഹൃദം ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ കോർത്തിണക്കിയ ഒരു സിനിമയായിരുന്നു അയൻ. അയൻ എന്ന് പറയുന്ന സിനിമയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഈ റിട്രോ എന്ന് പറയുന്ന സിനിമ. കാര്യം പറ്റുന്നില്ല, ഇതിൽ ഗംഭീര ആക്ഷനും കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രണയം കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ രീതിയിലും സിനിമ പക്ക എന്റർടൈൻമെന്റ് ആയിരിക്കും, പക്ക മാസ് സിനിമയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ മലയാളികളെ പ്രിയപ്പെട്ട ജോയ് ജോർജ് അതുപോലെ തന്നെ ജയറാമും കാര്യങ്ങളൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പൊ എന്തായാലും മലയാളികൾക്കും ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മലയാളികൾ ഏറെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ റിട്രോ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ സൂര്യയുടെ ഗംഭീര തിരിച്ചുവരവായിരിക്കും. നല്ല രീതിയിൽ കളക്റ്റീവ് നല്ല സിനിമയൊന്നും പറയാം സൂര്യ മാത്രമല്ല കേട്ടോ. പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് സിനിമയുടെ സംവിധായകനായിട്ടുള്ള, അതായത് സിനിമയുടെ മെയിൻ നട്ടലായിട്ടുള്ള സംവിധായകനായിട്ടുള്ള കാർത്തിക് സുബ്രാജിനെ കൂടി ഈ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം പിസ, അതുപോലെ തന്നെ ഞാൻ മഹാനല്ല, അതുപോലെ തന്നെ പേട്ട, അതുപോലെ തന്നെ ജിഗർതണ്ട എന്നിങ്ങനെയുള്ള ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനാണ് കാർത്തിക് സുബ്രാജ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട് സിനിമക്ക്. ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് സിനിമക്ക് പോകുന്നത്. സംഭവം സൂര്യ സൂപ്പർ താരമാണ്, മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട നടനാണ്. സൂര്യ സിനിമകളും മലയാളികളും ഒരേപോലെ കാത്തിരിക്കുന്ന സിനിമയാണ്. എന്നിരുന്നാൽ പോലും വിജയിന്റെ ആ ഒരു ലെവലിലേക്ക് സൂര്യ കേരളത്തിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ആ ഒരു കളക്ഷനോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കോ ഇന്ന് വരെ സൂര്യയെ കൊണ്ട് ഒരു സിനിമ ചെയ്തിട്ട് ആ ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമ ചെറിയ രീതിയിൽ പോസിറ്റീവ് റിവ്യൂസ് വന്നാൽ പോലും നല്ല രീതിയിൽ കേരളത്തിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത്. കാര്യം പറ്റുന്നല്ല, ഈ സിനിമ റിലീസ് ചെയ്യുന്ന ഡേറ്റ് നല്ലൊരു ഡേറ്റ് ആണ്, മെയ് 1-ാം തീയതി. സകല സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വെക്കേഷനാണ്. പിന്നെ ചൂട് കൂടിയിരിക്കുന്ന സമയമാണ്. ചൂട് കൂടിയിരിക്കുന്ന സമയം എന്ന് പറയാൻ നല്ല പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആളുകൾ ഇപ്പൊ എല്ലാ തിയേറ്ററും AC കാര്യങ്ങളായതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് കാണാമെന്നുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സിനിമ കളക്ട് ചെയ്തു. അയൺ എന്ന് പറയുന്ന സിനിമ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ഈ സിനിമയും പതിയാൻ ഏറെ സാധ്യതയാണ്. കാരണം 10-ലധികം ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂര്യയെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ സിനിമയിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സൂര്യ കേരളത്തിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. അപ്പൊ എന്തായാലും ഈ സൂര്യ എന്ന് പറയുന്ന നടനിലും അതുപോലെ തന്നെ കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകനിലും നല്ല രീതിയിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് സിനിമ കാണാൻ വേണ്ടി ഞാൻ പോകുന്നതും. സിനിമ കണ്ടിറങ്ങിയ ഉടനെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സിനിമയുടെ യഥാർത്ഥ റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ നോട്ട് ചെയ്ത് വെച്ചോ.